ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ആൾക്കാർ പറയാൻ മടിക്കുന്ന ഒരു ടോപ്പിക്. പിന്നെ 4 ചുമരിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടിയിട്ട് കണ്ണിന്ന് വെള്ളം വരണ ഒരു ടോപ്പിക്. ആർക്കും അത് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. എന്താ? കോൺസ്റ്റിപ്പേഷൻ. എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് ധൈര്യമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നാണക്കേടാണ് അത്. പക്ഷേ എനിക്കുണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി അതൊരു അസുഖമായിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം? ആദ്യം അത് മനസ്സിലാക്കുക. അതായത് 2 രീതിയിലാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന സംഭവം കണ്ടുവരുന്നത്. 2 രീതി എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് ആ ബോഡിയിൽ ജന്മനാൽ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജന്മനാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുമ്പോൾ എന്താവും പ്രശ്നം? എന്തൊക്കെ തന്നെ ചെയ്താലും, അത് എന്തൊക്കെ തന്നെ മരുന്ന് കഴിച്ചാലും അവരുടെ ബോഡിയിൽ ആ മരുന്ന് ചെല്ലുന്ന സമയത്ത് മാത്രമേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് ജന്മനാൽ കാണുന്ന സംഭവമാണ്. ചില സമയത്ത് ചില ആൾക്കാർക്ക് വരുന്നത് ടെമ്പററി കോൺസ്റ്റിപ്പേഷൻ ആണ്. പക്ഷേ വൺസ് നിങ്ങളൊരു കോൺസ്റ്റിപ്പേഷൻ ലെവലിലേക്ക് ഒരു കോൺസ്റ്റിപ്പേഷൻ പേഷ്യൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനി ടൈം ഈ കോൺസ്റ്റിപ്പേഷൻ തിരിച്ച് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ സത്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ഘട്ടത്തിലായിരുന്നു പെട്ടത്? ജന്മനാലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്ന ഒരു കാര്യം, എനിക്ക് തന്നെ അറിയില്ല എന്താണ് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ കാരണം എന്ന്. പിന്നീടാണ് മനസ്സിലായത് അതിനെ ഞാൻ ഏത് രീതിയിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എന്താണ് സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്മോൾ ഇൻറ്റസ്റ്റൈൻസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നുള്ള രീതിയിൽ എല്ലാം അരച്ച് കലക്കി താഴേക്ക് പോയി ആ പോകുന്ന വഴി കൂടെ എല്ലാ എൻസൈംസും അതിൽ കൂടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശത്തോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ അംശത്തോട് കൂടിയിട്ട് പോയിട്ട് സ്റ്റോറേജ് താഴെ പോയിട്ട് കറക്റ്റായിട്ട് രക്തത്തിൽ പോയിട്ട് അത് നിൽക്കില്ലേ? ആ സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു തോന്നൽ വരും, ഓക്കെ എനിക്കൊന്ന് ബാത്റൂം പോയാൽ കൊള്ളാം എന്ന്. എന്നെമാരെയുള്ള സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ സമയത്തായിരിക്കും ധൃതി വെച്ചിട്ട് വല്ലതും ചെയ്യുന്നുണ്ടാവുക. ധൃതി എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും മെനക്കെട്ട പണി. അപ്പം എന്താ ചിന്തിക്കുക? പിന്നീടാവാം, പിന്നെ പോവാം, ഇപ്പം സമയമില്ല. ഇതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ല. നിശ്ചിത ഒരു സമയം വെച്ചിട്ടില്ല. കറക്റ്റ് ടൈമിന് പോവുക എന്നുള്ളൊരു സമയമില്ല. തോന്നുന്ന സമയത്താണ്, മുട്ടണ സമയത്ത് പോവുക എന്നുള്ളൊരു രീതി. എന്നാൽ അത് മുട്ടണ സമയത്ത് മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ല താനും. ആ സമയത്തായിരിക്കും ധൃതിയുള്ള പണി വേറെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ സമയത്ത് എന്തായി? ഇതവിടെ വന്ന് നിന്നു. ഓക്കെ, ആ ഒരു നമുക്ക് പോകണം എന്നുള്ള അൺലെസ് ആൻഡ് അൺടിൽ അതൊരു ലൂസ് മോഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം പോകണം എന്നുള്ളൊരു തോന്നലുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കൊരു 1 മണിക്കൂറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം എന്തായി? അതവിടെ വന്നിരുന്നു. പിന്നെ ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളുടെ കോൺസെൻട്രേഷൻ വേറെയിലേക്ക് പോവാണ്. വേറെ പോയി ഇതിനെക്കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മറന്നു. ഒരു ദിവസം അങ്ങനെ പോയോ? പിന്നെ അങ്ങോട്ട് കോൺസെൻട്രേഷനും ഇല്ല. പിന്നെ പോയിട്ട് ഇരുന്നിട്ട് സമയവും ഇല്ല. നമുക്ക് തീരെ സമയമില്ലല്ലോ. അപ്പോൾ സമയവും ഇല്ല, അവിടെ പോയി ഇരുന്നതും ഇല്ല. ഇനി എന്തായി? 2 ദിവസമായി. ആ സമയത്തൊരു ഏർജ് വരും. അപ്പോൾ ഉള്ളിലത്തെ നടക്കുന്ന സംഭവം എന്താ? ഇതിങ്ങനെ വന്ന് വീണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിലുള്ള സംഭവത്തിൽ വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വെള്ളം നഷ്ടപ്പെട്ട് അത് ഡ്രൈ അവസ്ഥയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുകളിലേക്ക് ഇതിങ്ങനെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 ദിവസമായി പോയിട്ട്. ഓക്കെ, പോയി ഇരിക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ അടിയിൽ ആദ്യം നിൽക്കുന്ന സാധനം അത്രയും കട്ടയായി. പിന്നെ ഇത് താഴ്ത്തിക്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യുക? പ്രശ്നമായി, ഇരിക്കലായി, ബുദ്ധിമുട്ടായി, വിങ്ങലായി. എന്താ വെച്ചാൽ മുട്ടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് മുട്ടണം. ഇത് വന്നിട്ട് ആ പ്രഷറൈസ് ചെയ്യല്ലേ. അങ്ങനെ എൻ്റെ മൂത്ത മോന് ഏകദേശം ഒരു വയസ്സാവുന്ന സമയത്ത് എനിക്ക് ഈ തോന്നിയവാസം കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം തുടങ്ങിയെന്ന് മാത്രമല്ല, സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി ഇരുന്നിട്ട്
അറ്റ്ലീസ്റ്റ് ഇതിനെ ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട്, കുട്ടികളുടെയൊക്കെ ഉള്ളിന്ന് രക്തത്തിൻ്റെ ഉള്ളിന്ന് വലിച്ചിട്ട് ഒരു കുറച്ചൊന്ന് താഴ്ത്തിക്കിട്ടാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പോകുന്നു. സത്യമായിട്ടും അതടക്കം ചെയ്ത് നോക്കിയിട്ടുണ്ട്. കയ്യിൽ ഒലിവ് ഓയിൽ തേക്കുക, ഗ്ലൗസ് ഇടുക, എന്നിട്ട് ഒലിവ് ഓയിൽ തേക്കുക, എന്നിട്ട് ഉള്ളിന്ന് എടുത്തിട്ടുണ്ട്. ചോരയോട് കൂടിയിട്ട് ഉള്ളിന്ന് വന്നിട്ടുണ്ട്. എന്തൊക്കെ തോന്നിയ വാസ കാണിച്ചിരിക്കണമെന്നറിയോ. പക്ഷേ എന്നുവെച്ചാൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പോണ്ടേ, വിശർക്കുക, വയ്യാണ്ട് വരിക, ഛർദ്ദിക്കാൻ വരിക, ഇനി ഇത് ബാക്കി ഒന്നുമില്ല വരാൻ. അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് എത്തിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് എത്തണം. നാട്ടിലേക്ക് എത്തിയ സമയത്ത് ഡോക്ടേഴ്സിനെ പോയി കണ്ടു. ഹോമിയോ ഡോക്ടറാണ് എനിക്കിത് മാറ്റി തന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവാം. ഹോമിയോയിലും പോവാം, അലോപ്പത്തിയിലും പോവാം, ആയുർവേദത്തിലും പോവാം, നോ പ്രോബ്ലം. ഇത് ബേസിക്കലി അവർ അവിടെ അതിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടും അടിയിലത്തതും ഒന്ന് ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ടും ഒന്ന് തള്ളി പോകാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്കാണ് പോവുക. ചിലവർക്ക് എനിമ അടക്കം കൊടുക്കേണ്ടി വരും. എന്തോ ഭഗവാൻ സഹായിച്ചിട്ട് ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾ പോയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പോഴും ഇടയിൽ. അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന ഉപദേശം എന്താ, നല്ലോണം വെള്ളം കുടിക്കുക. ശരി, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ചിട്ട, പോവാനുള്ള ചിട്ട. അതായത് മുട്ടിയോ മുട്ടിയില്ലേ ആ സമയത്ത് പോയിരിക്കുക. അത് നിങ്ങൾ ആദ്യം ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു കറക്റ്റായിട്ടുള്ള രീതിയിൽ, റൊട്ടീനായിട്ടുള്ള രീതിയിൽ അത് പരിചയമാവുള്ളൂ നമ്മുടെ ബോഡിക്കും നമ്മുടെ ബ്രെയിനിനും. അപ്പോൾ ഇനി പോയിരുന്നു, ഇപ്പം ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇപ്പം ആരും തന്നെ അതിലില്ല. നോർമൽ ആയിട്ടുള്ള വെസ്റ്റേൺ ക്ലോസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കൂനിക്കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇരുന്നിട്ട് മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കാണ്ട് എറക്റ്റായിട്ടൊന്ന് ഇരിക്കുക, ഇങ്ങനത്തെ പൊസിഷനിൽ ഇരിക്കുക, എന്നിട്ട് അതങ്ങോട്ട് പോട്ടെ. പോണതാണ് കറക്റ്റ് പൊസിഷൻ. ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കൊടുക്കുക, അതാണ് കറക്റ്റ് പൊസിഷൻ. അതല്ലാതെ ഇങ്ങനെ സ്റ്റൂപ്പ് ഡൗൺ ചെയ്തിട്ട് ഇരിക്കലല്ല അത് ചെയ്യേണ്ട കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആദ്യത്തെ സംഭവം, ശ്രദ്ധിക്കേണ്ട സംഭവം. നമ്മൾ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ പ്ലംസ്, നമുക്ക് കിട്ടില്ലേ പ്ലംസ്, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിച്ചു നോക്കൂ. നല്ലതാണ്. ഫൈബർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്ലംസ്. എന്താ വെച്ചാൽ പ്രൂൺസ് എന്ന് പറയുന്നത് ഉണങ്ങിയ പ്ലംസ് ആണ്. ഈ പ്രൂൺസിൻ്റെ ജ്യൂസാണ് ഇവിടെയുള്ള ഡോക്ടേഴ്സ് കുടിക്കാൻ പറയുക. ആദ്യത്തെ സ്റ്റേജ് അതൊന്ന് കുടിച്ചു നോക്കൂ എന്ന് പറയും. അപ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പ്ലംസ് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചു നോക്കുക. നേരെ മറിച്ച് ജന്മനാലുള്ള ഒരു പ്രോബ്ലം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഒരു 3 ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അതൊരു നല്ല ശീലമല്ല. ഡെയിലി വൺസ് എങ്കിലും പോവുക എന്നുള്ളതാണ് ശീലപ്പെടുത്തേണ്ട ഒരു കാര്യം. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ ടൈം വെച്ച് കൊടുക്കുക, അവർക്കത് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ. വലിയ ആൾക്കാരാണെങ്കിൽ ഇന്ന സമയത്ത് പോയിരിക്കണം എന്നുള്ളൊരു ചിട്ട വരുത്തുക. അപ്പം മാത്രമേ ഇതിന് കറക്റ്റായിട്ട് ഒരു റെഗുലറൈസ് ആയിട്ടുള്ള രീതിയിൽ വരുള്ളൂ. ഒരു എന്താ പറയുക, ബാത്റൂമിൽ പോയിരുന്ന് വരാതെ വിശർത്ത് വയ്യാണ്ടായി ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോകുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ? പറയാൻ എന്താ മടി, എനിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ ഒരാളോടും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അത് ഒരു അസുഖമാണ്. അതിനെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മൾക്കതിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ കറക്റ്റായിട്ടല്ലേ പോകുന്നത്? ദിവസവും 2 നേരം പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ദിവസം 1 നേരം പോകുന്നുണ്ടോ? അതോ 2-3 ദിവസം കൂടുമ്പോഴാണോ പോണത്? എനിക്കിങ്ങനെ എന്താ പറയുക, കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഡിറ്റക്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണാൻ സമയമായി എന്നർത്ഥം. അത് ഏത് ഡോക്ടറെ വേണമെങ്കിലും, നിങ്ങൾക്ക് അലോപ്പതിയോ ഹോമിയോപ്പതിയോ ആയുർവേദമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും വേറൊരു ടോപ്പിക്കുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.